10 തല രാവണൻ, അതെ. അതിൽ 9 തല അർജുൻ, അതെ. ഒറ്റതല മമ്മുക. ഇത് അല്ല, ഞാൻ ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നോർമലി ആയാലും ഫിലിമിൽ ഡയലോഗ്സ് ആയാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കും. അച്ഛൻ ആദ്യം തന്ന ഉപദേശം നീ പതുക്കെ ഡയലോഗ് പറഞ്ഞാൽ നിനക്ക് മര്യാദക്ക് ഡബ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യം. അതാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് തന്ന ഉപദേശം. അപ്പോൾ 5 ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. അപ്പൊ അതിലൊക്കെ നിങ്ങൾ തന്നെയാണോ ഡബ് ചെയ്തിരിക്കണേ? ഞങ്ങൾ ചോദിച്ചു പക്ഷെ സമ്മതിച്ചില്ല, കിട്ടിയില്ല, ചാൻസ് കിട്ടില്ല. അതൊന്നും നല്ല രീതിക്ക് വന്നം. അതുകൊണ്ട് ഞങ്ങള് 3 പേര്, മമ്മൂക്ക, ഞാൻ, ഇവൻ, അമാൽഡ, മണികണ്ഠൻ. ഓക്കെ, മണികണ്ഠൻ ആചാരി. ഇത്രയും ആൾക്കാർ തന്നെ ഉള്ളൂ? ഇത്രയും തന്നെ ഉള്ളൂ. കൂടെ ആരെങ്കിലും ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ബസൂക്ക റിലീസ് ചെയ്യാൻ ബസൂക്ക ഉണ്ട്. വേറെ പാലക്കാട് ഒരു പടം ഒരെണ്ണത്തിന് കിട്ടി ബ്രില്യന്റ്. അത് അവിടെ ഇവിടെ കിട്ടും, അവിടെ ഇവിടെ കിട്ടും. പക്ഷെ നമുക്ക് ശേഷമാണ് മമ്മൂക്കയ്ക്ക് മുന്നേ. കാരണം നമ്മളായാലും കൈയടിച്ച് പോകും മമ്മൂക്കയുടെ പെർഫോമൻസ് ഉണ്ടായി. അമ്മ അതിൽ പൊളിയാ വിളിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ക്ലബ് എഫ്എമ്മിൽ നിന്ന് RJ വിജിതയാണ്. 2024 പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന സിനിമ അതിങ്ങനെ റിലീസിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പം റിലീസാവും ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ മൂവി. അതിൻ്റെ പോസ്റ്റർ തൊട്ട് നമ്മൾ എക്സൈറ്റഡ് ആണ്. കാരണം ഈ കാലത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു പോസ്റ്റർ വരിക, സിനിമ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ അറിയുക. അതാദ്യം വർക്ക് ആവുമോ എന്നുള്ളൊരു ചിന്ത വരുന്നതിന് മുൻപ് തന്നെ ആ പോസ്റ്ററിലുള്ള മമ്മൂക്കയുടെ മുഖം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിൽ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇത് 2024 വർക്ക് ആവും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കൂടി വന്നപ്പോൾ പിന്നെ പറയുകയും വേണ്ട, നമ്മൾ ആകെ ഇങ്ങനെ നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ പോണ പോലെയൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. സോ ഈ സിനിമയിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന 2 പേര് ഇപ്പോൾ എൻ്റെ കൂടെ ക്ലബ് എഫ്എമ്മിലുണ്ട്. നമ്മുടെ സ്വന്തം സിദ്ധാർത്ഥ് ഭരതൻ, ഒപ്പം അർജുൻ അശോകൻ. 2 പേർക്കും നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഇതുവരെയുള്ള ആളുകളുടെ ഒരു റെസ്പോൺസ്? ഇപ്പോൾ ട്രെയിലർ വന്നു, അതിൻ്റെ പോസ്റ്റേഴ്സ് വന്നു, നിങ്ങളുടെയൊക്കെ ഒരു പ്രകടനത്തിൻ്റെ കുറച്ചൊരു ഗ്ലിംസ് ഒക്കെ നമുക്ക് കിട്ടി. എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു അവസ്ഥ? നല്ല അവസ്ഥയാണ്, നല്ല എക്സൈറ്റഡ് അവസ്ഥ. ആളുകളൊക്കെ എക്സൈറ്റഡ് ആണെന്നുള്ളൊരു ഫീല് കിട്ടിയോ? കിട്ടി. എന്ത് പറ്റി അർജുൻ? ചേട്ടൻ ആദ്യം പറയട്ടെ. എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അവരൊക്കെ അല്ലേ എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു പോസ്റ്റർ ആയാലും ഇപ്പൊ കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, 3 days to go, അതിൽ തന്നെ അവർ നല്ല രീതിക്ക് പടത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യണത്. അപ്പൊ അത് കാണുമ്പോഴും എല്ലാവരും പിന്നെ മമ്മൂക്കയുടെ ലുക്ക്. ഓക്കെ, അതിൽ ചില റിവ്യൂസിലൊക്കെ ഞാൻ കണ്ട ഭയങ്കര രസകരമായിട്ടുള്ളൊരു കമൻറ്റ്, ഇതിൽ സിനിമാ മോഹികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പലരും പറഞ്ഞത് എനിക്ക് അസൂയ തോന്നുകയാണ് അർജുൻ അശോകനോട്. ഇപ്പം എനിക്ക് അസൂയയാണ് ദാറ്റ് ഇങ്ങനത്തെ ഒരു സിനിമയുടെ പാർട്ടാവാൻ അയാൾക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ കേട്ടപ്പോൾ സുഖം. കാരണം അതൊരു അടിപൊളി അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം വെച്ചാല് മമ്മൂക്കയുടെ തല അപ്പോൾ തംബ്നെയിലുണ്ടായി ട്രെയിലറിന്റെ, അപ്പൊ അതിന് ചുറ്റും തലന്റെ ദുബായിൽ വെച്ചിട്ടാണ് തംബ്നെയിൽ കാണുന്നത്. അപ്പൊ തന്നെ കലക്കി വന്നായിരുന്നു. അത് ശരി. അപ്പോ ആൾക്കാരുടെ അസൂയ വരെ പിടിച്ചു പറ്റി എന്നുള്ളതാണ്. കാരണം അങ്ങനെ അറിയുമായിരുന്നു ഇങ്ങനെയാണ് വരാൻ പോണേന്ന്. കണ്ടപ്പോഴാണ് കാണുന്നത്. ഫീലായിരുന്നു. അപ്പം അതിന് നമ്മൾ എന്താ മനസ്സിലാക്കണം? കാരണം അതിൽ മമ്മൂക്കയുടെ ആ മുഖം ഓക്കെ, അത് നമുക്ക് പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഹിഡനാണ്. പക്ഷെ അതിന്റെ ബാക്കി മറ്റ് 9 തലകളിൽ പല ഭാവത്തിലുള്ള അർജുൻ അശോകൻ അത് ഡിഫറെന്റ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ വെച്ചേക്കണേന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ 10 തല രാവണൻ, അതെ, അതിൽ 9 തല അർജുൻ, അതെ, ഒറ്റതല മമ്മുക. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് എന്തായിരുന്നു ആദ്യം ഇതിനോട് തോന്നിയത്? എന്താ ഇത് എടുക്കാൻ പറ്റുമോ? ഈ ഒരു റോളിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായപ്പോൾ എങ്ങനെയാ, ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് ആദ്യം ഈ കഥ പറയാൻ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ആയിരുന്നു. അപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഭൂതകാലം എന്നൊരു പടം ഭയങ്കരമായിട്ട് പേടിപ്പിച്ച ഒരു പടമാണ്. എനിക്കൊന്നാ പ്രയത്ന പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കരമായിട്ട് അത് ഹോണ്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങളിൽ. അപ്പോൾ അതിനുശേഷം രാവിലേട്ടൻ ഇങ്ങനത്തെ ഒരു 2ാമത്തെ പടം ചെയ്യുന്നുണ്ട്, മമ്മൂക്കയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കഥ എന്ത് കഥയായിരിക്കും, എന്തായിരിക്കും പരിപാടി. അപ്പോൾ അന്ന് കഥ പറഞ്ഞു, രസമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പണ്ട് മമ്മൂക്കയുടെ ലുക്ക് കാണിച്ച്, അപ്പോൾ അതിൽ ഞാൻ ഓക്കെ യെസ് വീണ്. അപ്പം പിന്നെ അങ്ങോട്ട്
ബാക്കി സിനിമ പുറത്തിറങ്ങാറായി. ക്യാരക്ടർ നെയിമും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അത് പറയൂല, ഇല്ല, അത് പറയണ്ട. പറയരുതെന്ന് മാഷി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഇങ്ങനെ ഊഹിക്കാൻ ഒരുപാട് തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 2 ദിവസം കൂടെ ഉള്ളൂ. കുറച്ചൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. പിന്നെ ഞാനൊരു 1.5 മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ തണുപ്പ് കയറി. സോ പേര് വിടില്ല, പുറത്ത് വിടില്ല. പക്ഷേ ഇതൊക്കെയാണ് പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായത്. അപ്പൊ ക്യാരക്ടറിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകൻ ഇതാ ചെയ്യണ്ടേ, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. പിന്നെ കമ്മിറ്റിന് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രീ പ്രൊഡക്ഷൻ പോലെ. അവർ വന്നിരിക്കുക, റീഡിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഒരു 2 ദിവസം 3 ദിവസം എടുത്ത് 3-4 ദിവസം എടുത്ത് ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് രാഹുൽ ഏട്ടൻ ഉദ്ദേശിക്കണെന്നുള്ള പരിപാടി മനസ്സിലാക്കി എടുക്കാൻ. പിന്നെ അങ്ങോട്ട് കട്ടൊക്കെ പിടിച്ച്. എങ്ങനെയാണ് സിദ്ധാർത്ഥേട്ടന്റെ ഒരു എൻട്രി ഇതിലേക്ക്? സെയിം, രാഹുൽ വിളിച്ചു, കഥ കേൾക്കുന്നു, നല്ല അടിപൊളി ക്യാരക്ടറായിട്ട് തോന്നി, അത്യാവശ്യം ചെയ്യാനുണ്ടെന്ന് തോന്നി. ശരി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥേട്ടൻ്റെ വീണ്ടും സിനിമയിലേക്കുള്ള ഒരു, ഐ മീൻ ആക്ടിങ്ങിലേക്കുള്ള ഒരു എൻട്രികൾ കൂടുതൽ നമ്മൾ കാണുകയാണ്. വേലയിലൂടെ കണ്ടു. അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു റോൾ തന്നെയാണ് ബ്രഹ്മയുഗത്തിലും വരാൻ പോകുന്നത്. ഈ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമോ? ഇപ്പം പറയില്ല. ക്യാരക്ടർ നെയിം ഇല്ല, ആ നെയിം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓ, പേരുകളിൽ തൊട്ട് മൊത്തം നമുക്കിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ്യൂമിന്റെ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കണ്ടിന്യൂറ്റി മുണ്ടുകൾ കീപ്പ് ചെയ്യണം, കൊണ്ടുപോകണം. ഓരോ മുണ്ടുകൾക്ക് കോസ്റ്റ്യൂം നിങ്ങൾ പറയുമ്പോ ശരിയാണ്, സിമ്പിൾ ആണല്ലോ. 10ാമത്തെ സീൻ എടുത്തിട്ട് 1ാമത്തെ സീൻ കണ്ട ഷൂട്ട് ചെയ്യണം. അപ്പൊ മുണ്ടിന് മാറ്റം ഉണ്ടാവുമല്ലോ, അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ചെളി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഏറ്റവും കഷ്ടപ്പാട് അതാണ്. ശരി. അപ്പൊ ഇങ്ങനെ ഒരു സീനിൽ എടുത്തിട്ടുള്ള ഒരു മുണ്ട്, അപ്പൊ അതിനിതാ ഈ സീൻ കഴിഞ്ഞപ്പോ ഇത്രമാത്രം മണ്ണൊക്കെ പടർന്നിട്ടുണ്ട്. സോ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് അടുത്ത സീൻ അങ്ങനെ വേറെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ ഫോട്ടോസ് എടുത്ത് അതിന്റെ കോപ്പി എടുത്ത്. ഒരു അമ്മു എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നു, ഇവളുടെ മെയിൻ പണി ഇത് തന്നെയായിരുന്നു. മുണ്ട് നമ്പർ കളർ മമ്മൂക്കയുടെ മുണ്ട് ഇല്ല, അത് ഇത് സിദ്ധാർത്ഥേട്ടന്റെ മുണ്ട്. അതെ, അർജുൻ ചേട്ടന്റെ മുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ മമ്മൂക്കേൻ്റെ കോമ്പിനേഷൻ, ആ ഒരു സീനുകളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇപ്പം ഞാൻ സ്ക്രീനിൽ നമ്മൾ കുറച്ച് കാണുന്ന സമയത്താണെങ്കിലും നമുക്ക് തന്നെ ഒരു വിറയലാണ്. സോ ഇത് അഭിനയിച്ചിട്ട് നേരിട്ട് കാണുമ്പോഴുള്ള നിങ്ങളുടെ ഒരു ഫീൽ എങ്ങനെ, ഈ ക്യാരക്ടർ പെർട്ടിക്കുലർലി കേട്ടോ? കാരണം ഇത് കുറച്ച് ഇതുവരെ അദ്ദേഹം സത്യം പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ അഭിനയ മികവ് കൊണ്ടുവരേണ്ടത്. ഇത്തരം ഇല്ലേ ഒന്നും ഫീൽ ചെയ്യിക്കാതെ നമ്മൾ ആ സാരം കാണിക്കാതെ ടെസ്റ്റ് ഓഫ് ദി അൾട്ടിമേറ്റ് ടെസ്റ്റ്. നമ്മള് ആ ഒരു സംഭവം ചെയ്യുമ്പോ അത് ശരിക്കും മറക്കും ആ സാധനം. അതെ, ബിക്കോസ് അവിടെ ആക്ട് ചെയ്യണമല്ലോ. വഴക്ക് കിട്ടും, വഴക്കേക്കും, പറഞ്ഞുവിടും ചിലപ്പോ. റീടേക്കുകളൊക്കെ വരേണ്ടി വന്നോ? ഓഫ് കോഴ്സ് അതുണ്ടാവും, പക്ഷെ അതിന് ഒരു ലിമിറ്റഡ് ഇതുണ്ട്. ചില ബേസിക് ടെക്നിക്കൽ റീസൺസ് കാരണമായിരിക്കാം റീടേക്സിന് പോകുന്നത്. ബിക്കോസ് മര്യാദയ്ക്ക് റിഹേഴ്സലൊക്കെ ചെയ്ത് എല്ലാം നോക്കി ഫൈൻ ട്യൂൺ ചെയ്തിട്ടാണ് ടേക്സിലേക്ക് പോവാറ്. ബട്ട് ഓഫ് കോഴ്സ് ദെർ വിൽ ബി എ ഫ്യൂ ടേക്സ്. അപ്പോൾ ഈ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കോൺവെർസേഷൻ ഇപ്പം നമ്മൾ ഇതുവരെ കേട്ടിരുന്നതിന് നമുക്ക് അതൊരു കൂളായിട്ടുള്ള സാധനമല്ല. അപ്പോൾ പൊതുവെ ഈ ഹൊറർ മൂവി ആണെങ്കിലും ത്രില്ലർ കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ചും ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് സമയമെടുത്ത് ഡയലോഗ് ഡെലിവറി ഒക്കെ ചെയ്യുന്നൊരു സീക്വൻസിങ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു സാധനം മനസ്സിലിങ്ങനെ കട്ട് പറഞ്ഞാലും നമ്മളെ കുറച്ചേരം ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ മൂഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കും. അത് ആ സീൻ തുടങ്ങുന്നതിന് മുമ്പേ ആ മൂഡിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇൻവേരിയബിളി ഓർ ദി അതർ ആരെങ്കിലും വന്ന് കോമഡി അടിക്കും, ഡയറക്ടർ തന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളത് ചിരിക്കും. പിന്നെ വീണ്ടും നമ്മൾ മൂഡ് ബാക്ക് ടു ക്യാരക്ടർ അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഡയറക്ടറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭൂതകാലം ഞാനും ഒരുപാട് ഇഷ്ടത്തോടെ കണ്ട സിനിമയാണ്. അപ്പോൾ അതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ആക്ടേഴ്സിന് കിട്ടുന്നൊരു സമയമാണ്. ഈ അവരുടെ ഒരു ഇതിൽ ഡയലോഗ് ഡെലിവറിയിലും അതെ, നമുക്ക് ആ ഒരു സാധനം പറയുന്നുണ്ടല്ലോ, അതായത് ജീവിതം എന്ന് പറയുന്നത് എത്ര വിരസമാണ്, അതിങ്ങനെ പതുക്കെയാണ് ആ ഡയലോഗ് ഡെലിവറി വരുന്നത്. സോ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളുടെ ക്യാരക്ടറിനും ഒക്കെ ആ ഒരു ഡയലോഗ് പെട്ടെന്ന് പറഞ്ഞു പോക്കല്ല, പകരം ഫ്രം ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടാണ്. അപ്പോൾ അത്ര ആ ഒരു സ്പേസ് കിട്ടുന്ന ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓരോ സീൻസും ചെയ്യുമ്പോൾ? അർജുൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വൻ പൊളിയായിരുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്ന ബ്രഹ്മയുഗം തന്നെ പടം എന്നെ കുറച്ചും കൂടി റിഫൈൻഡ് ആക്കി എന്നുള്ളതാണ്. കാരണം
അതിനുശേഷം ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും എനിക്ക് ടൈം എടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് കൂടെ അഭിനയിച്ച ആൾക്കാരും മമ്മൂക്കയുടെ കൂടെ, പിന്നെ രാഹുലേട്ടൻ്റെ ഓരോ ഫൈൻ ട്യൂണിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ടൈം എടുത്ത് ആ ഒരു 40-45-50 ഡേയ്സോളം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പടത്തിന് മുമ്പ് ആ ക്യാരക്ടർ എങ്ങനെ പിടിക്കാം എന്നാൽ പിന്നെ റിഫൈൻഡ് ആയി ഇവിടുന്ന് പഠിച്ച സാധനങ്ങൾ വേറെ ക്ലാസ്സിൽ കൊണ്ട് അപ്ലൈ ചെയ്യാന്നുള്ള അവസ്ഥ. രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഈ സ്പേസ് എടുത്തിട്ടുള്ള ആ ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം അത് പർട്ടിക്കുലർ സിനിമയുടെ ടൈപ്പാണ്. അത് ഓരോരോ ടൈപ്പ് ഓഫ് ഫിലിംസ് ആണല്ലോ. ചിലത് ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഓടി വന്ന് സാധനം പറഞ്ഞ് പകുതി കേട്ടു പകുതി കേട്ടില്ല ഓടിപ്പോയി. അത് ഒരു സിനിമയുടെ അപ്രോച്ചാണ്. ഈ സിനിമയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇരുന്ന് കേട്ട് പറഞ്ഞ് പോകുന്ന രീതി. ഇതിന് ആവശ്യമാണ്. ഇത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഡയറക്ടർക്കൊക്കെ ആ അപ്രോച്ചും, സോ ദ സീൻ ഇസ് കൺസ്ട്രക്റ്റഡ് ലൈക്ക് ദാറ്റ്, ദ ഡയലോഗ്സ് ആർ കൺസ്ട്രക്റ്റഡ് ലൈക്ക് ദാറ്റ്. നിന്ന് പറഞ്ഞ് എല്ലാം കേട്ട് മനസ്സിലാക്കി പോയാൽ മതി എന്ന് പറയുന്നത് എല്ലാവരും സാധനം. ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ ആണെങ്കിലും ഇങ്ങനെ ഒരു ജോണറിലുള്ള സിനിമ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ആളുകളിലേക്ക് എത്തുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണ് അഭിനയിക്കുന്ന സമയത്ത്? പുതിയ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പുതിയ ആൾക്കാരുടെ ഇടയിൽ ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ പുതിയ താളം സാധനം. ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണ്ടായിടോ, അപ്പം പഴയ ആ ടെൻഷൻ കിട്ടണല്ലോ. അവള് പറഞ്ഞു ചേട്ടൻ സെറ്റായിട്ടാ ടീമായിട്ട്. അതാണ് ആ സാരം കിട്ടാത്തത്. ഓ അത് ശരി. ഓക്കെ, നമുക്കിപ്പോൾ കുറച്ച് കൂളാണെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ടീമിലായി നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും കുറേ പേരുടെ മുമ്പിൽ നിന്നിട്ട് ഒരു പെർഫോം ചെയ്യാണല്ലോ. യു നീഡ് ടു ബി ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ക്യാരിങ് ഫോർവേഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ ഇതാവും. അർജുന് ചാലഞ്ചിങ് ആയി തോന്നിയ എന്തായിരുന്നു? അല്ല, ഞാൻ ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നോർമലി ആയാലും ഫിലിമിൽ ഡയലോഗ്സ് ആയാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കും. അപ്പൊ അച്ഛൻ ആദ്യം തന്ന ഉപദേശം നീ പതുക്കെ ഡയലോഗ് പറഞ്ഞാൽ നിനക്ക് മര്യാദക്ക് ഡബ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യം. അതാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് തന്ന ഉപദേശം സിനിമയിലേക്ക് വരുമ്പോ തന്നെ. അപ്പോൾ ഇതില് ഞാൻ പറയുമ്പോ സ്പീഡ് ഇപ്പൊ ഇടയ്ക്ക് കൂടാറുണ്ട്. അപ്പോൾ രാവിലേട്ടൻ ഇങ്ങനെ പതുക്കെ മനസ്സിലാവുള്ളൂ. അതെ. അപ്പൊ അതൊക്കെ ആ അതൊരു പിന്നെ വാക്കുകളും ഭയങ്കര ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ. അപ്പൊ അതൊക്കെ മെമ്മറൈസ് ചെയ്തിട്ട് ആ ഒരു ട്യൂണിൽ പറയാന്നുള്ളതായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ചലഞ്ച്. പിന്നെ ഡയറക്ടർ ഇഷ്ടപ്പെടുക നമ്മൾ ചെയ്യുന്നത് കൂടി അതായിരുന്നു മെയിൻ. എങ്ങനെയാണ് രാഹുൽ എന്നുള്ള ഡയറക്ടർ ആകുമ്പോൾ അഭിനയിക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഒരു ഇതെങ്ങനെയുണ്ട് എന്നുള്ളൊരു സാധനം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും? അതേ വാക്കുകൾ കൊണ്ട് പറയൂ? പിന്നെ നമുക്ക് എല്ലാ സീനും കഴിയുമ്പോൾ രാവിലേട്ടൻ ബ്രില്യൻറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ അല്ല ബ്രില്യൻറ്റ് ഉണ്ടാന്ന് നോക്കുമ്പോ ഇല്ല, നമുക്ക് ബ്രില്യൻറ്റ് ഇല്ല. അപ്പൊ ഓക്കെ അല്ലേ? ആ ഓക്കെ ഒരെണ്ണത്തിന് കിട്ടി ബ്രില്യൻറ്റ്. അവിടെ ഇവിടെ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കാരണം നമ്മളായാലും കൈയടിച്ച് പോകും മമ്മൂക്കയുടെ പെർഫോമൻസ് ഉണ്ട് കഴിഞ്ഞാൽ. അമ്മാതിരി പൊളിയാ വിളിച്ചത്. എനിക്ക് വയ്യ, എനിക്ക് കൂടുതൽ പറഞ്ഞ തള്ളാം. അല്ല, മമ്മൂക്കയുടെ കൂടെ ഇതുപോലുള്ള സീക്വൻസിലൊക്കെ അഭിനയിക്കും അല്ലെങ്കിൽ ഏത് പടത്തിൽ അഭിനയിക്കുകയാണെങ്കിലും ആസ് എൻ ആക്ടർ അദ്ദേഹം തരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ചിലപ്പോൾ അതൊരു കോംപ്ലിമെന്റിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള സജഷനിലൂടെ ആയിരിക്കാം. അതെങ്ങനെയാണ് മമ്മൂക്ക നിങ്ങൾക്ക്? മമ്മൂക്ക പറയാറുണ്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ ചില ഓവർലുക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, ചില നുവാൻസസ് ഓഫ് ആക്ടിങ് ഉണ്ടാവും. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ നിൽക്കുമ്പോൾ ചില ബോഡി മൂവ്മെന്റ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഭ്രമിപ്പിലും ഈ സാധനത്തിലും നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് മിസ്സായി പോകും. അതൊരു കോമൺ സെൻസ് ഓഫ് ആൻ ആക്ടറാണ് അത്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് തരും അടുത്ത് നിൽക്കുമ്പോൾ ചേടാ. സോ അത്തരം സാധനങ്ങളുണ്ട്. ഇത് എവ്രി കോ ആക്ടർ ലൈക്ക് ഡസ് ഇറ്റ്. മമ്മൂക്കയുടെ എന്ന് വരുമ്പോൾ സോ സ്പെഷ്യൽ അല്ലേ? അർജുൻ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഡെലിവർ ചെയ്യുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു അവാർഡ് കിട്ടിയൊരു മൊമെന്റ് ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ കൊള്ളാം കാര്യം പറഞ്ഞു. ആ സീക്വൻസ് ഏതാന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. മിണ്ടില്ലേ? നിങ്ങൾ ശരിക്കും അറിയോ ഞങ്ങളുടെ ഇന്റർവ്യൂവറുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞങ്ങളുടെ അവസ്ഥ എന്താ പറയാ ഞാൻ വിചാരിക്കും ഇത് ചോദിച്ചാൽ അവരെനിക്ക് ഉത്തരം തരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഞാൻ ചോദിക്കണമല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ടാ ചോദിക്കണം. എനിവേ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും നെക്സ്റ്റ് ജനറേഷനിലെ ആളുകളാണ്. അതായത് ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ
ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്ത, അപ്പോൾ ഭരതൻ സാറിനെ പോലെ KPC ലളിത ചേച്ചിയെ പോലെയുള്ള ഒരു ജനറേഷനിലെ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മമ്മൂക്ക, അശോകേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മമ്മൂക്ക. അപ്പോൾ ആ ടൈമിൽ പറയാറുണ്ടോ പഴയ എന്തെങ്കിലും, ഇപ്പോൾ ഭരതേട്ടൻ അങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെ പറയാറില്ല. പക്ഷെ പുള്ളിയുടെ സ്വതവേ ഉള്ള അപ്രോച്ചിൽ നമുക്ക് ആ വാത്സല്യം ഫീൽ ചെയ്യാം. ദാറ്റ് ഹി നോസ് അവർ പാരന്റ്സ്, ഹി നോസ് us. ഓക്കെ എന്നുള്ളൊരു ലൈനിൽ ആ ഒരു ഇല്ല നമ്മളുള്ള അപ്രോച്ചിൽ അത് നമുക്ക് കിട്ടും. പിന്നെ പക്ഷെ ജനറേഷൻ നമ്മുടെ ജനറേഷൻ തന്നെ എപ്പോഴും സത്യം. അപ്ഡേഷൻ മാത്രമല്ല, ഫുൾ എനർജിയാണ് ലൊക്കേഷനിൽ പരിപാടി ചെയ്യാനാണെങ്കിലും ഗാഡ്ജറ്റ്സ് വൈസ് ആയാലും അത്ര അപ്ഡേറ്റഡ് ആണ്. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പുതിയ സാധനം കൊണ്ടിരുമ്പോൾ ഞങ്ങൾ പതുക്കെ സൈഡിലേക്ക് പോകും. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ പറയണ്ടല്ലോ, കാർസ്, ഗാഡ്ജറ്റ്സ്, ഈ പറഞ്ഞ കാര്യം എല്ലാത്തിലും ഉണ്ട്. ഓക്കെ ഓക്കെ നൈസ്. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സ് കാലിയാക്കിയിട്ട് വേണം ഈ സിനിമ കാണാൻ വേണ്ടി വരാനായിട്ട്. എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ എന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഡിഫൈൻ ചെയ്ത് തരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ സ്വയമേ ട്രെയിലർ കണ്ട് അല്ലെങ്കിൽ ടീസർ, അതൊരു ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ആർക്കും എന്തും വിചാരിക്കാം. പക്ഷെ സ്വയമേ ഒരു കഥ ഉണ്ടാക്കിയിട്ട് വന്ന് പടം കാണുമ്പോൾ ആ ഒരു ആ ഒരു തൃപ്തി കിട്ടില്ലല്ലോ. നമ്മൾ എന്ത് തന്നെ അവിടെ കാണിച്ചു വെച്ചെങ്കിലും നമ്മുടെ തലയിലെ സ്ക്രിപ്റ്റിനടുത്ത് വന്നില്ലെങ്കിൽ ഇതിനൊരു തൃപ്തി കിട്ടില്ലല്ലോ. സോ ലൈക്ക് ദാറ്റ് ബ്ലാങ്ക് ആക്കിയിട്ട് വരണം എന്നുള്ളതാണ് whatever it is, അവർ കാണിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു നല്ലത്. അപ്പോൾ 5 ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ തന്നെയാണോ ഡബ് ചെയ്തിരിക്കണേ? ഞങ്ങൾ ചോദിച്ചു പക്ഷെ സമ്മതിച്ചില്ല, കിട്ടിയില്ല, ഫാൻസ് കിട്ടില്ല. രണ്ടതും നല്ല രീതിക്ക് വന്നം, അതുകൊണ്ട് മലയാളം തന്നെ എങ്ങനെയാ ഡബ്? അത് ശരി. അപ്പോൾ ഇപ്പോൾ തമിഴ് ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ആക്ടേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടോ? അതായത് അഭിനയത്തിനല്ല, വോയിസ് കൊടുക്കാൻ ഇല്ല, ഡബിങ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ചെയ്തിരിക്കണേ. ഇത് കരുക്കള്, ഇത് പകിട എന്ന് പറയുന്ന സാധനം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനം പിന്നെ അതിൻ്റെ ഒരു മോഡും ഒക്കെ അങ്ങ് മാറുന്നുണ്ട്. സോ ഇത് എന്തിനെ കുറിച്ചിട്ടാണ്? ലൈഫിനെ കുറിച്ചിട്ടാണോ അതിൽ, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഒരു പശ്ചാത്തലമാണോ, എങ്ങനെയാണ്? ഇത് ശരിക്കും ആ ഡയലോഗ് ഒരു സീക്വൻസ് മാത്രമാണ് പടത്തില്. അപ്പോ ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്ന എഡിറ്റർ സജസ്റ്റ് ചെയ്തപ്പോ ചെയ്ത് നോക്കിയപ്പോ അത് നല്ല രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വെച്ചാണെന്നാണ് ഡയറക്ടർ പറയുന്നത്. പിന്നെ ഈ ചോദ്യം ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർ ഉത്തരം പറയുന്നതാണ് എന്റെ കറക്റ്റ്. ഇത് സെയിം ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഇന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ഉത്തരം നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അത് ഡയറക്ടറാണ് ഉത്തരം പറഞ്ഞത്. കോപ്പി പേസ്റ്റ് അടിച്ചു. അതുപോലെ ഇതിൽ മമ്മൂക്ക ഒരു പ്രതിനായകനാണ്, നായകൻ അർജുൻ അശോകനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് എന്ത് പറയും? ഞാനെന്ത് പറയാ, ഞാനല്ലല്ലോ പറഞ്ഞ. എന്നാലും ഇത് സിനിമയിൽ അഭിനയിച്ച ആൾക്കറിയാലോ. അങ്ങനെയല്ല അത് പരിപാടി. അങ്ങനെ നായകൻ പരിപാടി ഇല്ല. ഒരു സിറ്റുവേഷനും അതില് സർവൈവ്, അങ്ങനത്തെ ഒരു ത്രില്ലർ മോഡിൽ പോണ ഒരു പരിപാടി. അപ്പൊ അതില് നായകൻ എന്നുള്ള സംഭവം ഇല്ല. എല്ലാരും വില്ലന്മാരാ. ഇതിൽ രണ്ടുപേർക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേസിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു എക്സെൻട്രിക് പേസിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ചില ഭാഗത്ത് സിദ്ധാർത്ഥേട്ടൻ്റെ ഒരു എക്സ്പ്രഷനും അങ്ങനെയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഏജ് ഓഫ് മാഡ്നസ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൂടുതലും അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഭ്രാന്താണ്, എല്ലാവർക്കും ഭ്രാന്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എന്താ പറയുക, തുടക്കത്തിൽ ഭയങ്കര നമുക്ക് ആദ്യം ഒരു പാവം, ഇങ്ങനെ ഒരു വൃത്യൻ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവിടുന്ന് ഒരു കാടമായിട്ടുള്ളൊരു ചിരി, ഒരു ഭ്രാന്തമായിട്ടുള്ള ചിരിയൊക്കെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അങ്ങനത്തെ പല വേരിയേഷൻസ് ഉണ്ട് പടത്തിൽ. നമുക്കതെല്ലാം കൂടെ ഇവിടെ റിവീൽ ചെയ്താല് അല്ല, ഒന്നാമത് ആ ചിരിയും പരിപാടിക്കൊക്കെ ടീസറും ട്രെയിലറിന് വേണ്ടി തന്നെ എടുത്ത ഒരു ബിറ്റാണത്. അപ്പോൾ അത് നമ്മുടെ പടത്തിന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മൂഡ് മനസ്സിലാക്കാൻ വേണ്ടി ഏജ് ഓഫ് മാഡ്നസ്, ഇമോഷൻസും അങ്ങനത്തെ എക്സ്ട്രീമിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു പരിപാടി അറിയിക്കാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്ത. ഇപ്പൊ സ്ലോ മോഷനിലുള്ള അല്ലെങ്കിൽ വളരെ പതുക്കെ പറയുന്ന ഡെലിവറി ചെയ്യുന്ന ഡയലോഗ് ആണെങ്കിലും ഒരുപാട് ഡയലോഗ്സ് ഉണ്ടോ ഈ സിനിമയിൽ? അല്ലെങ്കിൽ ഉണ്ട്, കോൺവെർസേഷൻ നന്നായിട്ട് വരുന്ന പരിപാടി നല്ല രീതിക്കുണ്ട്. അതല്ലാതെ ഡയലോഗ്സ് ഇല്ലാതെ ഒരു സീക്വൻസ് വൈസ് മോഷൻ വൈസും ചില സീക്വൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സംഗീതത്തിലൂടെ ചിലത് പറയുന്നുണ്ട്. ഓ, ഇതിന്റെ മ്യൂസിക് ക്രിസ്റ്റോ എഫക്ട്സ് ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് വേണം പറയാൻ. കാരണം അത് നമുക്ക് തരുന്നത് ഭയങ്കര ഒരു ക്രിസ്റ്റോ അവൻ സ്വന്തമായിട്ട് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സൗണ്ട് ചെയ്യാനായിട്ട്. കുറച്ചൊരു ക്രീപ്പി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ കലക്കൻ മച്ചാനാണ്.
അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം അറിയില്ലല്ലോ, പിന്നീട് ഒരു ദിവസമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇതില് ഇപ്പൊ റിലീസ് ചെയ്ത 4 പാട്ടുകളുണ്ട്. അതില് പൂമണിയൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടാണ്. പിന്നെ ഒരു തീം സോങ് തീമാണ് പിന്നീട് കേൾക്കുന്നത്. ബാക്കി പാട്ടുകളൊക്കെ നമ്മൾ റിലീസിന് മുമ്പാണ് കേട്ടത്. അതുപോലെ ഇതിലെ ഇപ്പോൾ ഡയലോഗ് പറയുമ്പോൾ തന്നെയും ഒരുപാട് ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്തിട്ട് പറയേണ്ട സാധനങ്ങൾ. അപ്പോൾ TD സാർ ഡയലോഗ് എഴുതി എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ശരിക്കും ഇതിൽ നിങ്ങൾക്ക് ആക്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? നല്ല സംഭാഷണങ്ങളല്ലേ, നല്ല ഭാഷയിൽ നല്ല സംഭാഷണങ്ങൾ. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. അത് വെറുതെ അങ്ങോട്ട് മൗത്ത് ചെയ്യാനും പറ്റില്ല. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്, ഏത് രീതിയിൽ അത് പറയണ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാൻ. ആഴം അറിയണല്ലേ. അതെ, ഇപ്പൊ നിങ്ങൾ മുമ്പേ ചോദിച്ചില്ലേ, ചില സീക്വൻസിൽ പെട്ടെന്ന് വന്ന് സംസാരിച്ചിട്ട് പോകുന്നു, ചിലതിൽ ഭയങ്കര സ്ലോ ആയിട്ട് നിർത്തി പറയണം. ദിസ് ഇസ് ദി എക്സാമ്പിൾ. ഈ ഡയലോഗ്സ് ഒക്കെ പറയണമെങ്കിൽ ഒന്ന് ഇരുത്തി അതൊക്കെ ഇത് ചെയ്ത് പറഞ്ഞാലാണ് അത് എല്ലാവർക്കും കത്തുക. ഇതിൽ മമ്മൂക്കയുടെ ആ ഫസ്റ്റ് വന്ന പോസ്റ്ററിൽ തന്നെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ചിരി ഭയങ്കരമായിട്ട് ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സൗമ്യനായ മനുഷ്യൻ അല്ലല്ല, നോക്കി വരുമ്പോഴേക്കും നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭീകരതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നോർമലി ഉള്ള അദ്ദേഹത്തിൻ്റെ പല്ലിൽ ആണോ ഈ സാധനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പല്ല് എക്സ്ട്രാ വെക്കുകയോ? അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽ വഴിയെ പറയാം. അതെ, ഇത് ശരിയല്ല. ഞങ്ങളെ കൊലക്കേറ്റുള്ള പരിപാടിയല്ലേ അവന്മാര് പറഞ്ഞു എന്ന് പറയാം. ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് ഇന്റർവ്യൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രേക്ഷകരെ. അപ്പോൾ തിയേറ്ററിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഈ പടം കാണണമെന്ന് പറയാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, 1984. അതായത് നമ്മുടെ ഈ ജനറേഷനിലാരും തിയേറ്ററിൽ പോയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഭാഷയിൽ, ഇംഗ്ലീഷിലോ മറ്റു ഭാഷയിലോ ആയിരുന്നു, നമ്മുടെ ഭാഷയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മെയിൻ സ്ട്രീം. സോ അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. കാലഘട്ടം ഉണ്ട്, മമ്മൂക്കയുടെ ഉഗ്രനായിട്ടുള്ള ചില പ്രകടനങ്ങളുണ്ട്. അർജുൻ്റെ സിദ്ധാർത്ഥ് ഭരതന്റെ ഞാൻ പറഞ്ഞ ഓർലപ്പായി. പിന്നെ അങ്ങനെ ഒരു നല്ലൊരു നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ പടത്തില്. അത് ഭയങ്കര ഒരു ഫാക്ടർ നമുക്ക്. മലയാള സിനിമയിൽ ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളെ നമ്മുടെ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് വൈ പുറമേ ഉള്ള ഫിലിം ഇൻഡസ്ട്രി പോലും മലയാളത്തിൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങോട്ട് നോക്കുന്നത്. സോ ബിലീവിങ് അവർ ഓഡിയൻസ്, വി ആർ കമ്മിങ് അഹെഡ്. ഒരു അവാർഡ് പടമാണല്ലോ എന്നുള്ളൊരു ഡയലോഗ് പോലും ഒരു മനുഷ്യനും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പൊതുവേ നമ്മൾ ജോണർ നോക്കുമ്പോൾ ഒരു പതുക്കെ ഇങ്ങനെ പോണ സാധനമാണെങ്കിലും എല്ലാവരും എക്സൈറ്റഡ് ആണ്. അത് രാഹുൽ സദാശിവനാണ് ആ ക്രെഡിറ്റ് പോകേണ്ടത്, ഡയറക്ടർ പുലി. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും രാഹുലേട്ടൻ പറഞ്ഞിട്ടുണ്ടോ, അതായത് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? പുള്ളി അത് തുടങ്ങുന്ന സമയത്ത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ തന്നെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊരു പീരിയഡ് ഫിലിമാണ്, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, ഇതിൽ മമ്മൂക്ക വേണം. ഇത് 3 പുള്ളി പിച്ച് ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, ഇതിൽ ട്രെയിലറിൽ നമുക്ക് എണ്ണപ്പെട്ട ആൾക്കാരെ കാണുന്നുള്ളൂ. ഈ സിനിമയിലും ത്രൂ ഔട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത്ര 5 പേരല്ലേ ഞങ്ങൾ 3 പേര്, മമ്മൂക്ക, ഞാൻ, ഇവൻ, അമാൽഡ, മണികണ്ഠൻ. ഓക്കെ, മണികണ്ഠൻ ആചാരി. ഇത്രയും ആൾക്കാർ തന്നെ ഉള്ളൂ? ഇത്രയും തന്നെ ഉള്ളൂ. ഇതിലൂടെ ഒരു കഥ കൊണ്ടുപോവുക. ഇത് എത്ര ലെങ്ത് എത്ര ഏകദേശം വരുന്ന സിനിമയുടെ? ഇത് 2:10 ഇടയിലാന്ന് തോന്നുന്നു. ചെറിയ മറ്റേ അങ്ങനെ ഒരു വലിച്ചു നീട്ടി സാധനം ഒന്നും ഇതുവരെ ഫീൽ ചെയ്തില്ല നമുക്ക്. സോ ഇറ്റ് മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ഫോർ us, ഐ മീൻ ഫോർ എവരിവൺ. പിന്നെ ഇത്തരം സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം പുൾ ഓഫ് ചെയ്യുക എന്ന് പറയണത് ഒരു ചില്ലറ പരിപാടിയല്ല. അതിൽ എന്നെ സംബന്ധിച്ച് രാഹുൽ ഇസ് വെരി സക്സസ്ഫുൾ. കൂടെ ആരെങ്കിലും ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം, അത് ഞാൻ പറയില്ല എന്നൊക്കെ. ഇത് എവിടെയായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിൽ. അതിന്റെ സറൗണ്ടിങ്സിലൊക്കെ തന്നെ ബാക്കി സീൻസും കാര്യങ്ങളൊക്കെ വരും. എന്റെ മനക്കിലേക്ക് സ്വാഗതം. അതെ. പിന്നെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ഒരു
പീരിയഡ് കാലത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കാലത്തിൽ നിന്നുകൊണ്ട് ഈ കാലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസൻസ് കാണിക്കാതെ. ജ്യോതിഷ് ശങ്കർ, ദി പ്രൊഡക്ഷൻ ഡിസൈനർ, ഹി ഡിസേർവ്സ് എ സെപ്പറേറ്റ് മെൻഷൻ ആ കാര്യത്തില്. ഈ പീരീഡും ഈ സാധനവും ഈ പറഞ്ഞ ഹൊററൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിൽ ആ പ്രൊഡക്ഷൻ ഡിസൈനറിന് ഒരു വലിയ പങ്കുണ്ട്. അത് നമ്മളെ ആ ഒരു മൂഡിലേക്ക് എത്തിക്കാൻ, ആ ഒരു വീട്ടിലേക്ക് എത്തിക്കാൻ. പിന്നെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ ആർട്ട് ബോയ്സ്, ഡെഡി എന്ന് വിളിക്കുന്ന ഒരു മച്ചാനുണ്ട്, അതുലേട്ടൻ, പിന്നെ അയ്യപ്പൻ ചേട്ടൻ, കണ്ണൻ ചേട്ടൻ, പിന്നെ JK ചേട്ടൻ എന്ന് പറഞ്ഞ ആട്ടിലെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവര് കട്ടക്ക് അവരുടെയൊക്കെ ഒരു ഇൻപുട്ടിലാണ് നമുക്കിത് ഈ മൂഡ് കിട്ടണത്. പിന്നെ ഷഹനാദ് ഭായിയുടെ സിനിമാറ്റോഗ്രാഫി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത് അങ്ങേര് വളരെ ക്ലാരിറ്റി ആണല്ലോ അല്ലേ. സോ എവ്രിബഡി ഹാഡ് ദിസ് ക്ലിയർ തോട്ട് ഓഫ് നമ്മൾ എങ്ങോട്ടാ നീങ്ങുന്നതെന്നുള്ളത്. അത് ആസ് എ ക്യാപ്റ്റൻ രാഹുലിന് അത് കറക്റ്റായിട്ട് ഇത്ര ആൾക്കാരെ അതിലേക്ക് എത്തിക്കാൻ പറ്റി, ആ ടാർഗറ്റിലേക്ക്. ഈ ലുക്ക് വൈസ് നിങ്ങളുടെ അപ്പിയറൻസിനാണെങ്കിലും കുറച്ചൊക്കെ ഭയങ്കരമായ ചേഞ്ച് വരുത്തേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഒന്നുമില്ല, ട്രിം ചെയ്ത് ഭയങ്കര ഷോർട്ട് ഹെയർ ആയിരുന്നു. പിന്നെ താടി കട്ടൊക്കെ തന്നെ കുറച്ചുണ്ടായി. പിന്നെ ജിമ്മിങ് വിട്ടു. ജിമ്മ് നിർത്തി, പക്ഷെ എന്നാലും ചെറിയ വെയിറ്റ് കൂട്ടണം എന്നുണ്ടായിരുന്നു. ഇല്ല, കുറയ്ക്കണമായിരുന്നു, പക്ഷെ എനിക്ക് ആ സമയത്ത് കുറച്ച് കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് ശരി. എന്തൊക്കെയായിരുന്നു ലുക്ക് വൈസ് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ലായിരുന്നു. ഇല്ല, എൻ്റെ ഈ തടിയൊക്കെ തന്നെ താടിയും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നേരെ അങ്ങോട്ട് പോകുന്നു, കുറച്ച് നരയിടുന്നു, ഇറങ്ങുന്നു. അത് ശരി. ആകളുടെ പ്രശ്നം ഒരേ മുണ്ട് പലവട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് തോന്നുന്നതാണ്. അതാണ് അവിടെയാണ് നമ്മുടെ മെൽവി എന്ന് പറയുന്നത്, നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറുടെ. അത് ഉടുക്കണ രീതി വേറെയാണ്, മൊത്തത്തിൽ വേറൊരു പരിപാടി. കാരണം സാധാരണ മുണ്ടെടുക്കണ പോലെ എല്ലാ കാലഘട്ടത്തിൽ ആൾക്കാർ മുണ്ടെടുത്തോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ മെൽബി പ്രോപ്പറായിട്ട് ഇപ്പൊ കാണിച്ചു തന്ന് പിന്നെ ഇത് ചെയ്തു. ഓക്കെ. അതുപോലെ അമാൽഡ ഇതിലൊരു നമ്മൾക്ക് എന്താന്നുള്ളത് പുറത്ത് എത്തിയിട്ടില്ലെങ്കിൽ പോലും ആളുടെ ആ ഒരു മുടിയൊക്കെ അഴിച്ചിട്ടുള്ള 2 ഭാഗം മുടി കഴിച്ചിട്ടുള്ള ആ ഒരു ലുക്ക്, അതിനെ കുറിച്ച് ചോദിച്ചാലും ഒന്നും പറയുന്നുണ്ടാവില്ലല്ലോ അല്ലേ? നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിന്റെ മ്യൂസിക്കും അതെ നമുക്ക് വളരെയധികം ക്രിസ്റ്റോ സേവിയർ തന്നിട്ടുള്ളൊരു അനുഭവം വേറെയാണ്. അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഓൾ ടുഗദർ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇത് ഒരു കംപ്ലീറ്റ് ത്രില്ലർ എന്നാണോ ഇതിനെന്ന് പറയാം? എന്ത് കാറ്റഗറിയിലായിരിക്കും ഇത് പെടുന്നുണ്ടാവുക? പീരിയോഡിക്കാണ്, പക്ഷേ രാഹുൽ പറയണത് ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ മൂഡുള്ള ഒരു ത്രില്ലറാണ് എന്നാണ് പുള്ളിയുടെ ഡെഫിനിഷൻ. ത്രൂ ഔട്ട് ഹൊറർ അല്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഹൊറർ മൂഡുള്ള ഒരു ത്രില്ലർ സൈക്കോളജിക്കൽ പടം. അതിന്റെ മുകളിൽ ഞങ്ങൾ കയറി പറയരുതല്ലോ, പുള്ളി പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതാണ്. എന്താണ് അതിന്റെ ജോണർ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പ്രസ് മീറ്റിന് അരമണിക്കൂർ മുമ്പ് എല്ലാരും വിളിച്ചിട്ട് മാത്രം പറയാൻ പാടുള്ളൂ. ഓക്കെ. അതെ, ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ക്രിക്കറ്റ് ടീം ആയിട്ടുള്ളത് കോച്ച് വിളിച്ചെടുത്തിട്ട് പറയൂലേ, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മൂവ്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ചെയ്യണത്. ഇതിൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത്, നിന്റെ തലതെറിക്കും. ഓക്കെ. അപ്പൊ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമാണ് എന്നുള്ളത് പറയാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിപ്പോ ഓൾറെഡി പ്രേക്ഷകർ തന്നെ നമ്മുടെ ഈ വിട്ട കണ്ടന്റിൽ they have had that thing, they have come to that solution. ഇതെന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫിലിം ആയിരിക്കും, മമ്മൂക്കയുടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ആക്ടിങ് ചോപ്സ് വൈസ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇപ്പോൾ രണ്ടുപേരുടെയും പുതിയൊരു സാധനമാണ് ഇപ്പോൾ എല്ലാവരും കാണാൻ പോകണം, ഇതുവരെ കാണാത്തൊരു സംഭവം. അപ്പോൾ ഈ ഭ്രമയുഗം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേഞ്ചിനെ കുറിച്ച്, അല്ലെങ്കിൽ ആക്ടിങ് കരിയറിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടോ? റിലീസായിട്ട് പറഞ്ഞാൽ മതി. ഇതല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി റിഫൈൻഡ് ആയെന്ന് സ്വയം ഒരു ഫീല്. ഇതിനു മുമ്പ് എനിക്ക് തുറമുഖം ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഫീല് കിട്ടിയത് ഇപ്പോൾ ഭ്രമയുഗം. കാരണം ബാക്കിയെല്ലാം നമ്മളായിട്ട് തന്നെയാണ് അഭിനയിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അധികം ഇതില്ല. പക്ഷെ ഇതിൽ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യുക അത് ഭയങ്കര രസമായിരുന്നു. ട്രിപ്പിലായിരുന്നു ആ ട്രിപ്പ്. നമുക്ക് കിട്ടിയ ട്രെയിലറിൽ ഫീൽ അർജുൻ ആകെ ട്രിപ്പിലാണെന്നുള്ളൊരു ഫീലാണ്. ഇടയ്ക്ക് ആള് ഞെട്ടി അടിയിക്കുന്നു, വേറെ ഏതൊക്കെ ലോകത്ത് നിന്ന് എണീച്ച് വരുന്നു. ഉണ്ണി വ്ളോഗ്സ് ഒരു കഥയൊക്കെ പറഞ്ഞു. അല്ല, നമ്മൾക്ക് തോന്നുന്നത് മൂപ്പര് പറയുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി യെസ് കറക്റ്റ് ആണ് എന്നുള്ളത് തോന്നും. അത് സിനിമ കാണുമ്പോ
കണക്ട് ആവും. ഓക്കെ. സോ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് രണ്ടാളുടെയും? ഇനി റിലീസാകുള്ളത് നാദർഷിക്ക ഡയറക്റ്റ് ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് വിനയൻ സാറിൻ്റെ മുൻ വിഷ്ണു ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് അഭിലാഷ് പിള്ളை സ്ക്രിപ്റ്റ് ചെയ്ത് ആൻഡോ ചേട്ടൻ പ്രൊഡക്ഷനിലുള്ള പടം. ഞാനിനിയും ഒരെണ്ണം ഉണ്ടാക്കി എടുക്കണം എൻ്റെ സിനിമ. കുറച്ച് ദിവസം ഈ ബ്രഹ്മയുഗത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇനി സ്വന്തം പരിപാടികളിലാണ്. സ്വന്തം പരിപാടികൾ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് ഇനി റിലീസ് ചെയ്യാൻ ബസൂക്ക ഉണ്ട്. വേറെ പാലക്കാട് ഒരു പടം പിന്നെ ഒരു ഉണ്ണിലാലു ഇല്ലേ, രേഖയില് ഉണ്ണിലാലു നായകനാവുന്ന ഒരു പടത്തില് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതൊരെണ്ണം ഉണ്ട്. അതല്ലാതെ ഡയറക്ടോറിയൽ ഇനി തുടങ്ങണം, പണി തുടങ്ങണം. അതെ, ഇത്രയും ദിവസം മടി പിടിച്ചിരിക്കുകയാണ്. അത് ശരി. ഇതിന്റെ ഷൂട്ട് ശരിക്കും ഇപ്പൊ നടന്നിട്ട് എത്ര കാലമായിട്ടുണ്ടായിരിക്കും? നമ്മളുടെ പ്രമേയത്തിന്റെ ഒക്ടോബറിലല്ലേ പാക്കപ്പ് ചെയ്തത്? ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബറിൽ പാക്കപ്പ് ആയി. ഓക്കെ. എത്ര ദിവസം നീണ്ടുന്ന ഇതായിരുന്നു? 55 ടോട്ടൽ അത്രേ എടുത്തിട്ടുള്ളൂ. ഓക്കെ. ആ ഒരു മനയും അതിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ. കാട്ടിലുണ്ടായി ഷൂട്ട് കുറച്ച്. അതന്നെ ആ ഏരിയയിൽ തന്നെ. ഇവര് കറക്റ്റ് അടിപൊളി പ്ലാനിങ്, നല്ല ക്രൂ ആയിരുന്നു. എന്തെടുക്കണം സംശയമൊന്നും ഇല്ല. ഇത് കഴിഞ്ഞാൽ ആ സീൻ ഓക്കെ റെഡി, എല്ലാ സൈഡും റെഡി ആയിരിക്കും. അതുകൊണ്ട് പട്ടിപ്പണി അടുപ്പിച്ച് സംഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും എടുക്കാൻ റെഡി ആയിരുന്നു. ത്രില്ല് ഉണ്ടാവൂലേ? ഭയങ്കര ഒരു ഹരം ഉണ്ടായിരിക്കും ചെയ്യാനായിട്ട്. നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ വെൻ ഓൾ അവർ മറ്റേ വിഷയങ്ങളെല്ലാം മറ്റേ ഈഗോ എല്ലാം ഒന്നും ഇല്ലാതെയുള്ള വർക്ക് ചെയ്യണം. നല്ലൊരു സംഭവത്തേക്കുള്ള ഒരു എവരിബഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. അതിനെ ബെസ്റ്റ് ആക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം അതായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഫൺ. പാട്ടൊക്കെ മനയുടെ മുമ്പിൽ പാട്ടൊക്കെ ഇട്ട് ഓക്കെ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഇതിൽ ഇപ്പോൾ നൈറ്റ് സീക്വൻസുകൾ കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതിന്റെ സിനിമയ്ക്ക്? എങ്ങനെയാണ് കഥയുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നൈറ്റ് കൂടുതലുണ്ട്? ഹൊറാണല്ലോ. അപ്പോൾ നൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു മനയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ളതായതുകൊണ്ട് കുറേ ഹോമവും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയില്ല അല്ലേ? എന്ത് ചെയ്യാനാ സുഹൃത്തുക്കളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുപോലെ അങ്ങനെ തന്നെ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും നമുക്ക് നമ്മളിലേക്ക് ഒരു എന്താ പറയാ, ക്ലൂ ഇല്ലാണ്ട് നിങ്ങൾ പടം കാണണം. ഒരു മുൻവിധി ഇല്ലാതെ ഇപ്പൊ ഈ കണ്ട ട്രെയിലറും സാധനം എല്ലാം വെച്ചിട്ട് ഓക്കെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം ഉണ്ടാവും. അതുവരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ വന്ന് അവിടെ അങ്ങനെ പോയി അതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഫിലിം വർക്കാവാതെ വരും ചിലപ്പോ. അത്തരം സ്റ്റോറി ആലോചിച്ചിട്ട് പോകുമ്പോ അതില്ലാതെ this might be something interesting, let's have a watch എന്ന് പറഞ്ഞാൽ maybe it will be interesting. ക്യാരക്ടർ നെയിം പോലും നമ്മളോട് പറയാതെ, കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ക്ലൂ തരാം, പാട്ട് കേട്ടാ ഏത് പാട്ടാ കേൾക്കണ്ടെന്ന് പറയണില്ല. എനിക്ക് ക്ലൂ വേണ്ട, ഇത് റിലീസ് ആവാറേ നിങ്ങൾ പോയി കണ്ടോളാം, ഞാൻ എന്താണെങ്കിലും കാണും. അപ്പോൾ ഞാനിതൊക്കെ മനസ്സിലാക്കിക്കോളാം. അത് തന്നെയാണ് ആ സിനിമയുടെ എക്സൈറ്റ്മെൻറ്റും. കാരണം നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ നമുക്കായിട്ട് എന്തൊക്കെയോ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്ത് എല്ലാ എക്സൈറ്റ്മെൻറ്റും, പക്ഷേ ഒരു മുൻവിധി ഇല്ലാതെ ഞങ്ങൾ പോയി കാണും എന്നുള്ളത് തന്നെയാണ് മലയാളികൾ, ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾ പറയുന്നൊരു കാര്യം. സോ ഇത് കരിയറിലെ ഒരു വലിയ ഒരു ബ്രേക്ക് ആവട്ടെ രണ്ടുപേർക്കും. ക്യാരക്ടർ നെയിം എന്താണോ അത് അവൻ പൊളിയാക്കി, ഇത് ഇവൻ പൊളിയാക്കി എന്ന് പറയട്ടെ. നമ്മൾ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? വിജിത പറഞ്ഞ പോലെ പ്രേക്ഷകർ പറയുമായിരിക്കും അല്ലേ? അല്ല, പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ നമ്മൾ സിൻസിയറായിട്ടൊരു ഫിലിം ആയിട്ട് വരികയാണ്. സോ ഇത്തരം വ്യത്യാസമായിട്ടുള്ള ഫിലിംസിനെ രണ്ടുപേരും നീട്ടി സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകരാണ്. ഈ ഫിലിമിനും ആ ഒരു അപ്രോച്ച് കാണിച്ചാൽ നല്ലതായിരുന്നു. എന്തായാലും തീർച്ചയായും എൻജോയ് ചെയ്യും. താങ്ക് യു. ഓക്കെ. നമ്മളെ നോക്കി ഇങ്ങനെ കാണിച്ച ആളാണ് ഇനി അടുത്ത സിനിമയിൽ വേറെ ലെവലിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അർജുൻ എന്താ പറയാളേ? ഇതന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണത്. അപ്പോൾ അത് നിങ്ങളടുത്ത് എത്തുമ്പോൾ അത്ര എക്സൈറ്റഡ് ആണ്. അത് എങ്ങനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും? അപ്പോൾ അതിൻ്റെ റെസ്പോൺസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. വരണം കാണണം. കൂടുതലൊന്നും പറയണ്ട. ഓക്കെ. രണ്ടുപേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും.
എക്സൈറ്റഡ് ആണ് ഞങ്ങൾ പോയി കണ്ടിരിക്കും. താങ്ക് യു താങ്ക് യു സോ മച്ച്.